ഒരു ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ഏരിയയാണ് ഈ ദേര എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർന്നാണ് നമ്മൾ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര റഷായിട്ടുള്ള ഏരിയയാണ്. ഒരുപാട് കടകളും കാര്യങ്ങളും. ഇവിടെ മെയിനായിട്ട് ഈ മൊബൈലിൻ്റെ ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ദേര എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് സ്ഥലങ്ങൾ കാര്യങ്ങൾ കണ്ടില്ലേ, ഷോപ്പുകളും കാര്യങ്ങളും തിരക്കുമൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ദുബായിലെ കുറച്ച് എന്താ പറയുക, കുറച്ച് എക്സ്പെൻസ് കുറഞ്ഞ ഒരു സ്ഥലം, ഒരു എക്സ്പെൻസ് കുറഞ്ഞൊരു ഏരിയയും കൂടിയാണ് ദേര എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക, ഫസ്റ്റ് ടൈം ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ വരുന്ന ആളുകളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് ഈ ദേര എന്ന് പറഞ്ഞാൽ, ദുബായിലെ ദേര എന്ന് പറഞ്ഞ സ്ഥലം. അത്യാവശ്യം എന്താ പറയുക, ബെഡ് സ്പേസ് ആണെങ്കിലും അതിനൊക്കെ അത്യാവശ്യം ഒരു കുറഞ്ഞ റേറ്റിൽ നമുക്കിവിടെ കിട്ടും. ഇത് ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര്, ഇത് എന്താ ഓരോ ഏരിയ ആയിട്ടാണ്. ഞാൻ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഏരിയയുടെ പേര്, ഈ സ്ട്രീറ്റിൻ്റെ പേരാണ് ഫ്രിഡ്ജിമുറ എന്ന് പറയുന്ന ഏരിയയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയത് നമുക്കൊരു എന്താ പറയുക, ഒരു ഫലൂദ അല്ലെങ്കിൽ ഒരു അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ ഇതിനോട് ഇവിടെ ചേർന്ന ഒരു അത്യാവശ്യം നല്ലൊരു അവിൽ മിൽക്ക് എന്ന് പേരിലൊരു കട ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം 2-3 പ്രാവശ്യം ഞാനിങ്ങനെ പാസ് ചെയ്തപ്പോഴൊക്കെ ആ കടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ നല്ല ചൂടുള്ള സമയം കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നടന്നും കൊണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ വേഗം വിഷ്വലി കറക്റ്റ് ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ എൻ്റെ എന്താ പറയുക, ഇവിടെ ഷോൾഡറിലല്ല നെഞ്ചിൽ ക്യാമറ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുമെന്ന് അതാ ആ കാണുന്ന കട കണ്ടോ, ഒരു ഓറഞ്ച് കളറിൽ അവിൽ മിൽക്ക് എന്ന് എഴുതിയ അവിൽ ബാർ. അവിടെ നിന്നാണ് നമ്മൾ സാധനം മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ കടൻ്റെ അകത്തേക്ക് കയറാം.